ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ ചിലരെങ്കിലും ഒരുപാട് നാളായിട്ട് കാത്തിരുന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതെ ഗൈസ്, നമ്മുടെ ഫ്രീ കിറ്റ് റെഡി ആയിട്ടുണ്ട്. ഒന്നല്ല, രണ്ടല്ല, 3 പേർക്കാണ് നമ്മൾ ഈ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ കിറ്റിൽ ഇത്രയും ഐറ്റംസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നും ഈ ഒരു ഫ്രീ കിറ്റ് കിട്ടാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഈ ഒരു കിറ്റിൽ നമുക്ക് ആദ്യം വരുന്നത് ഈ ഒരു വയർ ഹെയർ ബാൻഡ് ആണ് കേട്ടോ. നമ്മൾ 6 വയർ ഹെയർ ബാൻഡാണ് ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് 6 ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഒരു വയർ ഹെയർ ബോയിൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇത് പീസാക്കിയിട്ട് അതുപോലെ കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ എല്ലാം മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 9 ഐറ്റം ബീഡ്സും നമ്മുടെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം വരുന്നത് അതുപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ്സാണ് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ബ്രേസ്ലെറ്റോ മാലയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ബാൻഡ് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഐറ്റം നമ്മുടെ ഹെഡ് ഷേപ്പിലുള്ള ബീഡ്സാണ് കേട്ടോ. ഇതും പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ബീഡാണ്. ഇത് പിങ്ക് കളറിലാണ് കേട്ടോ. ലൈറ്റ് പിങ്ക് കളറാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ബോയുടെ ഷേപ്പിലുള്ള ബീഡ്സാണ് കേട്ടോ. ഇതും തന്നെ നല്ല ഭംഗിയുണ്ട്. പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത്. പിന്നെ ബട്ടർഫ്ലൈ ബീഡ്സാണ് കേട്ടോ. ഇത്രയും അളവ്, ഇത് ഏകദേശം 10 ഗ്രാം വരും കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ സ്റ്റാർ ബീഡ്സാണ്. ഇതും പേസ്റ്റൽ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഏകദേശം 10 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ ഒരു പാക്കറ്റിൽ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വൈറ്റ് പേൾ ബീഡ്സാണ് കേട്ടോ. ഇത് 20 ഗ്രാമിലധികം ഉണ്ട്. 20 ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം 200 എണ്ണത്തിലേറെ ഉണ്ടാവും കേട്ടോ ഒരു പാക്കറ്റിൽ. അപ്പോൾ ഇത്രയും അളവിലാണ് ബീഡ്സ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു ഫ്ലവർ സ്റ്റോൺ ആണ് കേട്ടോ. ഇത് നമുക്ക് ഹെയർ ബാൻഡിൽ വയർ വെച്ച് ചെയ്യുമ്പോഴും അതുപോലെ ഫ്ലവറോ ബോയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ വെക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എൻഡ് ബീഡാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വയർ ബോയുടെ എൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട് അത്രയും കണക്കാക്കിയിട്ട് നമ്മുടെ എൻഡ് ബീഡും വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു സാരി റിബൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുടെ മൾട്ടി കളറായിട്ട് വരുന്നതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ബോയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബോ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ഗോൾഡൻ ഹെയർ ബാൻഡും ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഒരു ക്രിസ്റ്റൽ ടെക്കിൻ്റെ എലാസ്റ്റിക് ആണ് കേട്ടോ. ഈ ഒരു എലാസ്റ്റിക് ഫുൾ റോള് നമ്മുടെ കിറ്റിൽ വെക്കുന്നില്ല. ഈ ഒരു റോളിൽ നിന്നും 1 മീറ്ററാണ് കേട്ടോ നമ്മൾ ഈ ഒരു കിറ്റിൽ വെക്കുന്നത്. ഈ എലാസ്റ്റിക് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ബാൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചധികം ബീഡ്സ് ബാക്കി വരും. അപ്പോൾ ആ ബാക്കി വരുന്ന ബീഡ്സ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള മാലയോ ബ്രേസ്ലെറ്റോ ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 മീറ്റർ എലാസ്റ്റിക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റിൽ നിങ്ങളുടെ പേരും സ്ഥലവും വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കമൻറ്റിൽ നിന്നും വരുന്ന പേരുകൾ നറുക്കെടുത്തിട്ട് സെലക്ട് ചെയ്യുന്ന 3 പേർക്കാണ് ഈ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇതിൻ്റെ കമൻറ്റിൽ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയും മാത്രം ചെയ്താൽ മതി. ഇത് പേരിൽ നിന്ന് ഞാൻ 3 പേരെ നറുക്കെടുത്തിട്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ നറുക്കെടുപ്പ് വരുന്നത് ഏപ്രിൽ 30-ാം തീയതിയാണ് കേട്ടോ. ഏപ്രിൽ 30-ന് നമ്മുടെ വിജയം നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ കിറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.